വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് സാഹിബാസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പാലക്കാട് റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കിലോ ചിക്കനിലേക്ക് 6 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അരമുറി നാരങ്ങ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 അവർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ബിരിയാണി റൈസിന് ആവശ്യമുള്ള സാധനങ്ങൾ: 3 ഗ്ലാസ് ജീരകശാല അരി, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, 4 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 പിടി ചെറിയുള്ളിയോടൊപ്പം 2 കഷ്ണം പട്ട, 3 ഏലക്ക ഗ്രാമ്പൂ വീതം ചതച്ചതും, 1 നാരങ്ങയുടെ നീര്, 4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, 1 പിടി മല്ലിയില, 1 പിടി പുതിന, 2 പച്ചമുളക് നടുകീറിയതും. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യാനുസരണം എണ്ണയും ചേർത്ത് ചൂടാക്കാൻ വയ്ക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റുക. അതോടൊപ്പം മറ്റൊരു പാത്രത്തിൽ 6 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. നമ്മൾ 3 ഗ്ലാസ് അരിയാണല്ലോ എടുത്തത്, സോ അതിൻ്റെ ഇരട്ടി വെള്ളം. ഇനി ഈ വഴന്നു വരുന്ന സവാളയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും ഓരോന്നായി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ മൂടി വെച്ച് 5 to 10 മിനിറ്റ് നന്നായി വേവിക്കുക. ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ജീരകശാല അരി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വെള്ളം വറ്റുന്നവരെ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. സോ ഫൈനലി നമ്മുടെ പാലക്കാട് റാവുത്തർ ബിരിയാണി ഇസ് റെഡി. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ? ഈ ഒരു ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ മറ്റു അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മസാലയിൽ കിടന്ന് തന്നെയാണ് റൈസും ചിക്കനും കംപ്ലീറ്റായി വേവുന്നത്. ഫൈനലി മല്ലിയിലയും കൊണ്ട് കൂടി ഒന്ന് ഗാർണിഷും കൂടി ചെയ്തു വരുമ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. ബിരിയാണി സെർവ് ചെയ്യുന്നതോടൊപ്പം കുറച്ച് തൈര് ചട്നിയും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി ഒന്ന് സെർവ് ചെയ്ത് കൊടുത്താൽ അടിപൊളി. ഇറ്റ്സ് എ കംപ്ലീറ്റ് മീൽ. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. See you very soon with a new recipe. Till then, this is bye-bye from Taste of Sahibas.